ആ കസ്റ്റമർ ആ ട്രേഡർ അടുത്തുള്ള സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 മുതൽ $5000 തൊട്ട് $6815 വരെ അയാളടുത്ത് കൈവശമുള്ളൂ. അത് അയാൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 92.99 ആണ്. നിങ്ങൾക്ക് അത് വേറൊരു ആൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരാം. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ മുകളിൽ സെൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു മാർക്കറ്റ് പ്രൈസ് ആണ് പറയുന്നത്. ഇതിൽ സെൽ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇനി അതിന്റെ കൂട്ടത്തിൽ ഇത് പോരാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിങ്ങൾക്ക് ഒരു ട്രേഡർ ആയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. മെർച്ചന്റ് ആയിട്ട് ഇവിടെ നിങ്ങൾ റൈറ്റിൽ ഒരു ഇതുണ്ട്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് കൊടുക്കാം. നിങ്ങൾക്ക് 95 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ 95 രൂപയ്ക്ക് മേടിക്കുന്ന ആളുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചോളൂ. അതിന്റെ കണ്ടീഷൻസും ഒക്കെ പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് 100% സ്ട്രേഞ്ചേഴ്സ് ആണ്. നമുക്ക് സിസ്റ്റത്തിൽ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ഫണ്ടൊക്കെ വരുന്നത്. സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെയൊക്കെ ഫണ്ടിങ് എന്നൊക്കെ പറയുന്നത് വലിയ ഫണ്ടൊക്കെ അടിച്ചു മാറ്റിയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അവരുടെ അക്കൗണ്ടൊക്കെ ചില കേസുകളിൽ ഫ്രീസ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അവരെ USDT ആയിട്ട് കൺവെർട്ട് ചെയ്ത് മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഫണ്ട് ഫ്രീസ് ചെയ്യുന്നതിന്റെ ഇതില് ബാങ്കുകൾ നമ്മുടെ ഇന്ത്യയിലായതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടിട്ട് ഏതെങ്കിലും ഒരു എന്താ സൈബർ കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടും കൂടെ ചിലപ്പോൾ ഫ്രീസ് ആവും. നമ്മുടെ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ വരെയൊക്കെ ഫ്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സ്ട്രേഞ്ചേഴ്സിന് നമ്മൾ ഡോളർ കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയാവുന്ന ആൾക്കാർക്ക് കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇത് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാം. നിങ്ങളുടെ ഇത് കണ്ടോ, ഇത് നമ്മൾ എക്സ്പ്രസ് എന്ന് പറയുന്ന മോഡിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര USDT ഉണ്ട് അത് നിങ്ങൾക്ക് സെല് ചെയ്യാം. ഇപ്പൊ നമുക്ക് നിങ്ങളുടെ അടുത്തൊരു $100 ഉണ്ടെന്ന് വിചാരിക്കാം സെല്ലിന് വേണ്ടിയിട്ട്. സോറി, $100 ഉണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ ഇതിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അത് $100 ഉണ്ടെങ്കിൽ $100 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര INR ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് സെൽ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസിൽ നിങ്ങൾക്ക് $91.16 വെച്ചിട്ട് നിങ്ങൾക്ക് വിൽക്കാം. നിലവിൽ ഫാസ്റ്റ് ആയിട്ട് ഓൺ ദ സെക്കൻഡിൽ നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ള ട്രേഡർമാർ തന്നെ വാങ്ങിച്ചോളും. നമുക്ക് പൈസ നമുക്ക് വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒന്നില്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി ആയിട്ട് മേടിക്കുക. ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് ബാങ്കിൽ കുറച്ചും കൂടെ സെക്യൂർഡ് ആയിട്ടുള്ള സംവിധാനമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ബാങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഡിജിറ്റൽ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. അല്ലാത്ത സമയത്ത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അങ്ങനെ UPI ഒക്കെ ഇട്ട് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന അക്കൗണ്ടുകൾ ഏത് അക്കൗണ്ടുകളാണെന്ന് നമുക്കറിയാൻ പാടില്ലാത്ത അക്കൗണ്ടുകളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാര്യം നമ്മുടെ അക്കൗണ്ട് വരെ ഫ്രീസ് ആയി പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ അതുകൊണ്ടിട്ട് അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് $100 വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ $10 നിങ്ങൾക്ക് സെല് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ $1000 സെല് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് നിരവധി ആൾക്കാരുണ്ട്. ട്രേഡിങ്ങിന് നമ്മൾ ഇപ്പോൾ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഈ ഡോളർ അന്വേഷിച്ച് ഡെയിലി പല ആൾക്കാരെയും വിളിച്ചിട്ടാണ് നമുക്കിത് കിട്ടുന്നത് ഇപ്പൊ. ഓക്കെ, നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഈ സിസ്റ്റം ഉപയോഗിക്കാണ്ടിരിക്കുന്നതിന്റെ കാരണം ഇതാണ്. അത് ഗ്രാജുവലി അതിന്റെ കുറച്ചും കൂടെ സെക്യൂർഡ് ഒക്കെ ആക്കുമായിരിക്കും ഗവൺമെന്റും ബാങ്കുകളൊക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. നമുക്കൊരു 1 ലക്ഷം ട്രേഡ് നടക്കുമ്പോൾ അങ്ങനെ ഒരു ട്രേഡിനൊക്കെയാണ് അങ്ങനത്തെ ഒരു സാധ്യതയുള്ളത്. നമ്മൾ എല്ലാവരെയും അങ്ങനെ നമ്മൾ ഇതാക്കുകയും വേണ്ട. പക്ഷെ 1 ലക്ഷം ട്രേഡ് നടക്കുമ്പോഴത്തേക്ക് ഒരെണ്ണത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ നമ്മളാണെങ്കിലോ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ ചെയ്യണ കാര്യം ഇതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ട്രേഡിംഗ് നടത്തുന്നത് നമ്മുടെ ഈ ഇന്റേണൽ ഗ്രൂപ്പിൽ തന്നെയാണോ, അതോ അല്ലല്ല, ട്രേഡിംഗ് നടത്തുന്നത് നമ്മൾ ഇന്റർനാഷണൽ ആണല്ലോ. നമ്മുടെ സിസ്റ്റത്തിലുള്ള ട്രേഡേഴ്സ് ആണ്. അത് ആരാണെന്ന് അറിയണ്ട. നമ്മൾ USDT കൊടുക്കുന്നു, സൊളാനോ വാങ്ങിക്കുന്നു, സൊളാനോ വിൽക്കുന്നു, USDT വാങ്ങിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഇന്റർനാഷണൽ ആണ്. അത് ഇന്റർനാഷണൽ ആണ്. നമ്മൾ ഇന്ത്യൻ കറൻസി മേടിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞില്ലേ സാർ, ഇപ്പൊ രാത്രി 12 മണിക്ക് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യാം, ഈ P2P ഇട്ടിട്ടുണ്ടെങ്കിൽ 12 മണിക്ക് മേടിക്കാൻ നമ്മൾ വേറെ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ, ദുബായിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ അപ്പൊ തന്നെ മേടിക്കുന്നുണ്ടാവും. INR മേടിക്കുന്നുണ്ടാവും. INR തന്നുകൊണ്ടിട്ട് അവർ USDT മേടിക്കും. അവർക്ക് കമ്പാരിറ്റീവ്ലി മറ്റ് ചെറിയ വ്യത്യാസത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അത് ട്രേഡേഴ്സ് ആണ്, സിസ്റ്റത്തിലുള്ള ട്രേഡേഴ്സ് ആണ്. അവർക്ക് USDT തന്നെയാണ് അവരുടെ കച്ചവടം. അവരത് 90 രൂപയ്ക്ക് മേടിക്കുന്നു, 91 രൂപയ്ക്ക് വിൽക്കുന്നു, 92 രൂപയ്ക്ക് മേടിക്കുന്നു, 93 രൂപയ്ക്ക് വിൽക്കുന്നു. ആ ഒരു പാറ്റേൺ ആണ് അവർ ഉപയോഗിക്കുന്നത്. അതിന് നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് പല ആൾക്കാർക്ക്. ഒരു ദിവസം അവർ നിരവധിയായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമുക്കും ചെയ്യാം. അത് നമുക്കും എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സാധനം വിൽക്കുമ്പോൾ നമ്മൾ ട്രേഡറായി കൊണ്ടിട്ട് നമുക്ക് വിൽക്കാം. അപ്പൊ നമ്മൾ വിൽക്കാനിട്ടിരിക്കുന്ന പ്രൈസിന് ആവശ്യക്കാരുണ്ടാവും ഇഷ്ടംപോലെ.
നമ്മളെ പോലെയുള്ള പുതിയ ആൾക്കാർ വന്നിട്ട് അവർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവരതിൽ നിന്ന് ആ പ്രൈസിന് വാങ്ങിച്ചോളും. അതൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അല്ലാണ്ട് നമുക്ക് അതിന് മണിക്കൂറുകളൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതിന് സിസ്റ്റം നമ്മുടെ ഈ എക്സ്ചേഞ്ച് ലയബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിൽ. നമുക്ക് നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ സെല്ല് പ്ലേസ് ചെയ്താൽ നമ്മുടെ എത്ര ഡോളറാണ് ഉള്ളത് അത് നമ്മുടെ സിസ്റ്റം, നമ്മുടെ ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്ന സിസ്റ്റം അവരത് അവിടെ ഇതാക്കും, പെൻഡിങ് ആക്കും. അതിനുശേഷം നമുക്ക് അത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത് സെല് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെർമിഷൻ കൊടുത്തു നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നു എന്ന് പറഞ്ഞ് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ പൈസ വന്നു എന്ന് അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവരത് റിലീസ് ചെയ്ത് കൊടുക്കും ആ കസ്റ്റമറിന്. ഇതാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ സാർ, നോക്കാം. അത് ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാവില്ല, നമ്മൾ അതിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. താങ്ക് യു. നിങ്ങൾക്ക് ഇപ്പോൾ $1,00,000 നിങ്ങളുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ അത് വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് ക്യാഷ് ആക്കി തരാം, പ്രോബ്ലം ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അതെല്ലാം ഫോണിലാണോ ചെയ്യുന്നത്? നമ്മൾ ഫോണിൽ കോൺടാക്ട് ചെയ്താണ്? എല്ലാം ഫോണിൽ ചെയ്യാം, നമുക്ക് സിമ്പിൾ ആണ്. നമ്മള് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ സാറിന് നേരിട്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ മാക് ട്രേഡേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇഷ്ടംപോലെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. ഇന്നലെ തന്നെ എൻ്റെ അടുത്ത് ഇതില് ഇപ്പൊ നിലവിൽ നമ്മുടെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്ന ഒരാൾക്കാർ $200 വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് ഏർപ്പാടാക്കാൻ. ഇന്ന് സൺഡേ പല ആൾക്കാരും തിരക്കായതുകൊണ്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് $200 വേണം, $100 വേണം, $500 വേണം എന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വിൽക്കാനുള്ള ആൾക്കാർ അപ്പൊ തന്നെ പറയും നമ്മുടെ അടുത്തുണ്ട്, പൈസ ഇട്ടോ ട്രേഡ് ചെയ്യാന്ന് പറയും. അപ്പൊ നിങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേരും നമ്മളറിയുന്ന ആൾക്കാരാണ്, എന്തായാലും വേറെ പുറത്തെ ആളല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ, ഇന്ത്യൻ മണി ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടില്ല എന്നർത്ഥം. ശരി, താങ്ക് യു. അതായത് നമ്മള് സാധാരണ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഡോളർ ആക്കിയിട്ട് പോകാറില്ലേ? ഇപ്പം പുറത്തേക്ക് വിദേശത്തേക്ക് പോകാൻ നേരത്ത് നമുക്കറിയാവുന്ന ലോക്കലായിട്ട് ഡോളർ വയ്ക്കുന്നവരുടെ അടുത്ത് നമ്മൾ കാശ് കൊടുത്ത് ഡോളർ വാങ്ങുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ബാങ്കിൽ നിന്നും വാങ്ങാം. ബാങ്കിൽ ആ പ്രൊസീജിയർ ഉണ്ടാവും. ബാങ്കിൽ ചെന്നു നമ്മൾ പാസ്പോർട്ട് കൊടുത്ത് അതിൻ്റെ അവിടുത്തെ ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു പ്രൊസീജിയർ ഡിലേ ഒഴിവാകും. നമ്മളോട് ലോക്കൽ പരിചയമുള്ള ഡോളർ ട്രാൻസാക്ഷൻ നടത്തുന്നവരുടെ അടുത്ത് അന്നേരം കാശ് കൊടുക്കുന്നു, അന്നേരം ഒരു ഡോളർ തരുന്നു എന്ന് പറയുന്നുള്ളത് അതിൻ്റെ ഡിജിറ്റൽ വെർഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗണേഷ് സാറ് കണ്ടിന്യൂ ചെയ്യും. സംശയങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളോ ആർക്കെങ്കിലും പല ആൾക്കാർക്കുള്ള സംശയം അത് കാശാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള, അല്ല ഇങ്ങനത്തെ കാര്യങ്ങളോ എന്തെങ്കിലും സംശയം ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. സാറേ, ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ഒരു $1000 ഇട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പാറ്റേൺ മാറ്റി ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അതൊന്ന് നിങ്ങൾ ആദ്യം തന്നെ ബേസിക് കാര്യങ്ങളൊന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം. കാര്യം ഇപ്പൊ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അടുത്ത ദിവസങ്ങൾ നിങ്ങൾ ഈ കല്ലിക്കറി ഇരിക്കേണ്ടി വരും, ഗണേശ് സാർ പറഞ്ഞ പോലെ. അതൊന്ന് ഇത് നമ്മൾ നോർമലി ആവറേജിങ് സിസ്റ്റം ഒന്ന് പഠിച്ചതിന് ശേഷം ഒരു 2-3 മാസം ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് അഡ്വാൻസ് ലെവലുകളിലേക്ക് നമുക്ക് ആ കാര്യങ്ങൾ പഠിപ്പിക്കാം കേട്ടോ. ശരി, ഓക്കെ സാർ. ഓക്കെ. ഇടയ്ക്ക് ഒരു ഘട്ടം നമ്മളത് പറഞ്ഞിരുന്നതാണ്. അതൊക്കെ ഒരു റൗണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇനി പുതിയ ആൾക്കാർ വരുന്നത് കുറച്ചും കൂടെ ആവട്ടെ, അപ്പോഴത്തെ നമുക്ക് ഒരു ദിവസം അങ്ങനത്തെ ഒരു കാര്യം കൂടെ പറയാം. ഓക്കെ സാർ, ശരി. ഓക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. കാരണം ഇപ്പം ഒരാൾ തന്നെ ചോദിച്ച സംശയത്തിന് ബാക്കി പല ആൾക്കാർക്കും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയല്ലോ എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും സംശയം ചോദിക്കുമ്പോഴാണ് ബാക്കിയുള്ളത്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് നമ്മളിപ്പം ഇതിനകത്ത് ആരും വലിയ ലക്ഷങ്ങളോ കോടികളോ ഇട്ടിട്ടുള്ളവരല്ല. നമ്മൾ ചെറിയ എമൗണ്ട് ഇട്ട് പഠിക്കാൻ വന്നിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ $10, $20 അല്ലെങ്കിൽ $100 ഇട്ടാൽ പോലും അതിനകത്ത് വലിയ ഭയങ്കര പ്രോഫിറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കുറച്ചൊരു, ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു നാട്ടിൻപുറത്തൊരു കുഞ്ഞ് കട, ചുമ്മാ ഒരു ബേക്കറി നടത്തണേ തന്നെ ഒരു മിനിമം 5 ലക്ഷം രൂപ ഏറ്റവും മിനിമം. അപ്പോൾ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്, അതിൻ്റെ ഫ്യൂച്ചർ എന്തുമാത്രം ഉണ്ട്, എന്തുമാത്രം കോമ്പറ്റീഷൻ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു ബിസിനസ് ഇതിനകത്ത് കുറച്ച് ഫണ്ട് കൂടെ ആഡ് ചെയ്താൽ മതി. ഇത് പഠിച്ച് ഈ ഗെയിം പഠിച്ചു കഴിഞ്ഞാൽ അപ്പം അതിനാദ്യം നമ്മൾ ചെറിയൊരു എമൗണ്ട് ഇട്ട് നമ്മൾ പഠിക്കുന്നൊരു സമയമാണ്. അപ്പം ഇപ്പം നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കുക, പഠിക്കുക, മാസ്റ്റർ ആകുക. 2-3 മാസം കൊണ്ട് നമ്മൾ എക്സ്പെർട്ട് ആവും. അത് നമ്മൾ ചുമ്മാ ഇപ്പോൾ ഇന്ദ്രകുമാർ സാറൊക്കെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ മിക്കവാറും ട്രേഡിങ് നടത്തുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടത്തെ വിരലുകൊണ്ട് സെല്ല് ചെയ്യാറുണ്ട് പലപ്പോഴും. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് മീറ്റിംഗ് കഴിയുമ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, സാറേ ഇതിനിടയ്ക്ക്
ഞാൻ $100 കിട്ടിയെന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ ആ ഒരു ലെവൽ, അതാണ് ഒരു എക്സ്പെർട്ട് എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തുന്നത്. ഇപ്പം നമ്മൾ പലതരത്തിലുള്ള എക്സ്പീരിയൻസ് നമ്മൾ പഠിക്കുന്നുള്ളൂ, ചെറിയ എമൗണ്ട് ഇട്ട് പഠിക്കുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോഴോടുകൂടി ആ എക്സ്പെർട്ട് ആകുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഉള്ള സംശയങ്ങളൊക്കെ, എന്തെല്ലാം സംശയങ്ങൾ മനസ്സിലുണ്ടോ, അല്ലെ ആരെങ്കിലും മാർക്കറ്റിൽ നിന്ന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചോളുക. ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയവും ഇവിടെ ചോദിക്കുക. ഒരാൾ ചോദിച്ചാലേ മറ്റുള്ളവർക്കൊക്കെ, ഇപ്പം തന്നെ അദ്ദേഹം ചോദിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പല ആൾക്കാർക്കും, നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നതാണ്. കാശെടുക്കാം സംഭവമൊക്കെ. കാരണം പല ആൾക്കാരും ഇവിടെ തട്ടിപ്പ് സാധനങ്ങളല്ല ഇഷ്ടംപോലെ ചുമ്മാ ക്രിപ്റ്റോ കോയിൻ എന്നും പറഞ്ഞ് യാതൊരു ഇതുമില്ലാത്ത കോയിനെല്ലാം മേടിച്ചിട്ടുണ്ടാവും. അത് അവർക്ക് കാശാക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ക്രിപ്റ്റോ ഒക്കെ കാശാക്കാൻ പറ്റിയെന്ന് തെറ്റിദ്ധാരണയുള്ളവർ ഒത്തിരി പേര് നാട്ടിലുണ്ട്. അത് അവരുടെ അറിവില്ലായ്മയാണ്. ഇത് ധാരാളം സ്കാമും നാട്ടിലുണ്ട്. ചുമ്മാ ഓരോ കോയിനിൽ കൊണ്ടെടുത്ത് ചുമ്മാ രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ഫോണിൽ കുത്തിയാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ചുമ്മാ ഇങ്ങനെ പൈസ കയറിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സ്കാമുകളുണ്ട്. ഈ സ്കാമിനകത്തെ കൊണ്ട് പൈസ കളഞ്ഞവർ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, നാളൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു. നമ്മൾ കോട്ടയത്ത് തിരുനക്കരമ്പലത്തിലെ കാളയുടെ എക്സാമ്പിൾ, പുതിയ ആൾക്കാർ ചിലപ്പോൾ കേട്ടിട്ടില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ അതൊന്നുകൂടെ പറയാം. കോട്ടയത്ത് ഭാഗത്തൊരു കാളയുണ്ടായിരുന്നു. ആ കാള വരുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ ഞങ്ങളൊക്കെ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കാള വരുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോറിക്ഷകളെ മുഴുവനും അവിടുന്ന് ഓടും. അന്നേരം ഓട്ടിയിട്ട് ടൗണിൽ ഒരു പ്രദക്ഷിണം വെച്ചിട്ട് തിരിച്ച് ഒരു സ്റ്റാൻഡിൽ വന്ന് പാർക്ക് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാള വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ കണ്ടു കഴിഞ്ഞാൽ കുത്തിമറിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കാളക്കിട്ട് പണ്ടായത് ഒരു ഓട്ടോറിക്ഷ ഇടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഓട്ടോ കണ്ടു കഴിഞ്ഞാൽ കാള കുത്തും. അതുകൊണ്ട് സ്റ്റാൻഡിൽ കിടക്കുന്ന മുഴുവൻ ഓട്ടോറിക്ഷയിൽ കാള വന്നു കഴിഞ്ഞാൽ അന്നേരം ഓട്ടോ ഓടി ടൗണിൽ ഒന്ന് പ്രദക്ഷിണം വെച്ച് വൺ വേ കറങ്ങി. എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇവിടെ പല നാട്ടിൽ ഒരു 99% ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ ആരെങ്കിലും കൊണ്ട് കഴിച്ചു വിട്ടിട്ട് പിന്നെ അവർക്ക് എടുക്കാൻ പറ്റാതെ വന്നിട്ട്, എടുക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ചുമ്മാ വല്ല കോയിനും യാതൊരു വാല്യൂ ഇല്ലാത്ത ചുമ്മാ തട്ടിപ്പ് കോയിനൊക്കെ ചിലപ്പോൾ വല്ലവരും പറയുന്നതായിട്ട് പൈസ മുടക്കിയിട്ടുണ്ടാവും. അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഉടനെ ആ ക്രിപ്റ്റോ മുഴുവനും ഇങ്ങനെയാണ്, കാശെടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ മാർക്കറ്റിൽ ധാരാളം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇദ്ദേഹം ചോദിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുക. എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സംശയങ്ങളോ ഒക്കെ ഉള്ളത് ഇവിടെ ചോദിച്ചോണം. ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കും. ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചോദിക്കാം. അതിന് ആൻസറോട് കൃത്യമായിട്ട് തരാൻ അറിവുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേ വേണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോളൂ. നമുക്ക് ക്ലാരിറ്റിയോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് ക്ലിയർ ആയിരിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, അതും നാട്ടിൽ ഇഷ്ടംപോലെ സ്കാം നടക്കുന്നുണ്ട്, അതിനകത്ത് ഒരെണ്ണം ആണോ ഇത് എന്നൊക്കെ ഇനിയും ചിലപ്പോൾ സംശയം ആർക്കെങ്കിലും തീർന്നിട്ടില്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഇവിടെ ചോദിക്കാമല്ലോ. എന്ത് നമ്മുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ, മൈൻഡ് ബ്ലോക്ക് ഉണ്ടാവരുത്. ഓക്കെ, എന്തെങ്കിലും ചോദ്യം? ഇപ്പം സാറ് ഇതുമായിട്ട് ആവറേജിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അവിടെയാണെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ഇവിടെ നമ്മൾ ഇതിന്റെ ബേസിക്സ് പോലും പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആൾക്കാരെ, ഇപ്പം ഞാനെപ്പോഴും പറയാറുണ്ട് എക്സാമ്പിൾ, ഒരു സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരാളെ കൊണ്ട് നേരെ ഒരു ഹെവി വെഹിക്കിളിന്റെ സ്റ്റിയറിംഗ് കൊടുക്കുകയാണ്. അതാണ് ഇന്ദ്രകുമാർ സാർ. കാരണം ഇവിടെ വന്നിരിക്കുന്ന ആൾ ക്രിപ്റ്റോ അല്ല എന്താന്ന് പോലും അറിയുന്നതിന് മുമ്പ് ഫസ്റ്റ് ഡേ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യം ഇവിടെ പറയുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുത്താൽ, നമ്മളൊരു വെറും 10,000-10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി ആൾക്കാർ വർഷങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ടീച്ചർമാരൊക്കെ ഉണ്ട്. എത്ര വർഷം പഠിപ്പിച്ചതിന് ശേഷമാണ് ഒരു 100 രൂപ ഒരു സ്റ്റുഡന്റിന് ഒരു 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ഡേ മുതൽ ആൾക്കാർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, ഫസ്റ്റ് ഡേ. അതിനകത്ത് ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അടുത്ത ദിവസം കറക്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളൂ. 1 രൂപ പോലും ലോസ് ഉണ്ടാക്കാതെ. ഓക്കെ, ചോദിച്ചോളൂ. എന്തായാലും ആരോ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സാറേ ഗുഡ് മോർണിംഗ്, വിപിനാണ്. പറഞ്ഞു. ഗുഡ് മോർണിംഗ് സാർ. ഇപ്പം എൻ്റെ ട്രേഡ് നിൽക്കുന്നത് ഈ ഇതിലാണ്. ഇതൊക്കെ ആവറേജ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിൽ നിന്നൊക്കെ ട്രേഡ് ഡീറ്റെയിൽസിലേക്ക് പോക്കെ. ആ ക്ലോക്കിൽ ക്ലിക്ക് ചെയ്യുക. ട്രേഡ് എത്തും. ഓക്കെ, ധ്രുവമാർ സാറേ. ഓക്കെ. അതൊന്ന് മിസ്റ്റേക്ക് പറ്റിയതാ. 100 അത് ഉടനെ തന്നെ വാങ്ങിയതാണ്. ഓക്കെ, 166 വാങ്ങിച്ചല്ലേ? അതോ ഫസ്റ്റ് ഡേ ഒന്ന് മിസ്റ്റേക്ക് ആണോ? ഇപ്പൊ 166 രണ്ടും ബൈ നടത്തിയിരിക്കുന്നത്. മറ്റേ ഫസ്റ്റ് 169 സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. ഓക്കെ, സെക്കൻഡ് അതിന് ഡബിൾ ആണ് 166 എടുത്തത്. പക്ഷെ ഇതിൽ ഞാൻ കൂടുതൽ എമൗണ്ട് ഓക്കെ, പക്ഷെ വാല്യൂ മാറിപ്പോയി, സെയിം കൊടുത്തുപോയി.
രണ്ടാമത് മേടിച്ചതിനെക്കാട്ടി കൂടിയ പ്രൈസിൽ രണ്ടാമത് മേടിച്ചത് അതിന് 166 ഒന്നിന് മേടിച്ചെങ്കിൽ മൂന്നാമത് മേടിച്ചപ്പോൾ 166.3 പ്രൈസിൽ വന്നപ്പോഴാണ് വാങ്ങിച്ചത്. അത് ആ പ്രൈസ് ഇട്ട് അടിച്ച മാറി പോയി, ശ്രദ്ധിച്ചില്ല. ഓക്കെ ഓക്കെ ഓക്കെ. 160 പ്ലാൻ ചെയ്തത്, പക്ഷെ അത് ഇട്ടപ്പോ തന്നെ ബൈ ആവുകയും ചെയ്തു. ഡോളർ ഉണ്ടോ കൈവശം ബാക്കി? ഡോളർ എനിക്ക് ഒരു 75 അടുത്ത് വരുന്നുണ്ട്. ഓക്കെ. നമുക്കിപ്പോ ചെയ്യാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറയുന്നത് 166. 166 166.66 ആണ്. അപ്പൊ നമ്മള് രണ്ടാമത് മേടിച്ച പ്രൈസ് എന്നർത്ഥം. ഓക്കെ. അതിന്റെ മുകളിലേക്ക് അത് ആവറേജ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിന്റെ മുമ്പിൽ വളരെ കുറച്ച് മേടിച്ചിട്ടുള്ളൂ. വീണ്ടും നമ്മൾ $150 മേടിച്ചതും ഒറ്റ പ്രൈസിനാണ്. അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. നമുക്കിപ്പോ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 159 ആണ്. 159.87 160 കൂട്ടാം. 160 മാർക്കറ്റ് ഇന്നലെ ഒന്ന് താഴത്തേക്കൊക്കെ പോയ സമയത്ത് ബാക്കിയും കൂടെ ഇപ്പൊ ഈ പ്രൈസിൽ വാങ്ങിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഡോളർ വെച്ചിട്ട് അത് വാങ്ങിച്ചിടുക. കാര്യം വെറുതെ നമ്മൾ ഡോളർ വെച്ചുകൊണ്ട് കാര്യമില്ല. നമുക്കപ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. ബ്രേക്ക് ഈവൻ പ്രൈസ് കുറച്ച് കുറയും, ഒരു 165 കുറയും. അത്രേ ഉള്ളൂ. അല്ല, നമുക്ക് എത്ര ബൈ ചെയ്യണം? ഇനി ബൈ പ്രൈസ് ഇടുമ്പോൾ ഇനി കുറച്ച് കാണും. നമുക്ക് അല്ല ഇപ്പൊ നിങ്ങള് ബൈ നമ്മുടെ ഞാൻ 2 ബൈ ഇട്ടിരുന്നു ഇന്നലെ. സോറി, ഒരു 154 ബൈ ഇട്ട് വെച്ചിരുന്നു, പക്ഷെ ഇതുവരെ ബൈ ആയിട്ടില്ല. ഓക്കെ. പ്രൈസ് അത് ക്യാൻസൽ ചെയ്തോ? അത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റിൽ വാങ്ങിച്ചോ. നമുക്കിപ്പോ അങ്ങനെ നോക്കണ്ട. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ 160 നിൽക്കണല്ലേ. 154 ഇന്നലെ ഏതുവരെ മാർക്കറ്റ് വന്നിരുന്നു താഴത്തേക്ക്? ഇന്നലെ 155 എത്തിയിട്ടുണ്ട്. അതെ അല്ലേ. അപ്പൊ ഒന്നില്ലെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ അല്ല സപ്പോർട്ട് ലെവൽ എത്രയാണെന്ന് നോക്കുക. അപ്പൊ അതനുസരിച്ചുകൊണ്ട് വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസിൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് ചിലപ്പോൾ നാളെ മണ്ടയാണ്. പല മാർക്കറ്റും നാളെ പവർഫുൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റിൽ വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചോ. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് ആൾക്കാർക്ക് കാണാനും പറ്റുമല്ലോ. പഴയത് ക്യാൻസൽ ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ അവൈലബിൾ ഇല്ല. അതിന്റെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. ബൈ ഓർഡർ ക്യാൻസൽ ചെയ്തേക്കുക. ഓക്കെ. ഇനി എന്നിട്ട് അവിടെ 160.09 അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പ്രൈസ് താഴത്തേക്ക് ഇട്ട് 159 ആക്കി എടുക്കും. അപ്പൊ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒന്ന് താഴത്തേക്ക് വന്നിട്ടായിരിക്കും മുകളിലേക്ക് കയറുന്നത്. ഒരു 159.2 എന്തെങ്കിലും ഇട്ടിട്ട് എന്ത് ചെയ്യുക, $100% കൊടുക്കുക. $74 താഴത്ത്. നമുക്ക് അവൈലബിൾ ഉണ്ടല്ലോ. അപ്പൊ അത് 100% ആക്കിയാൽ മതി. 74.98 മേടിച്ചോളും. ബൈ സോള് കൊടുത്തു. കൺഫേം. അപ്പൊ നമുക്ക് ആ ഒരു പ്രൈസ് എത്തുമ്പോൾ വാങ്ങിക്കട്ടെ. അപ്പൊ നമുക്ക് ആവറേജ് ബ്രേക്ക് ഈവൻ പ്രൈസും ചേഞ്ച് ആയിക്കോളും. അത് വാങ്ങിച്ചിട്ട് നമ്മൾ സെൽ പ്രൈസ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഈവൻ പ്രൈസ് കഴിഞ്ഞിട്ട് 2% എന്തെങ്കിലും കിട്ടാവുന്ന രീതിയിൽ റീസെറ്റ് ചെയ്താൽ മതി, മോഡിഫൈ ചെയ്താൽ മതി. ബൈ നടന്ന ശേഷം ചെയ്യാൻ പാടുള്ളൂ. ബൈ നടന്നതിന് ശേഷം മതി. ഇപ്പൊ ചെയ്യണ്ട. മറ്റേ വ്യത്യാസം വരില്ലേ ചെയ്യാണെങ്കിൽ? ഇപ്പൊ ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രേക്ക് ഈവൻ പ്രൈസിൽ ആവൂലല്ലോ. അവിടെ മുമ്പ് സെല് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ലോസ് ആണ്. അത് വേണ്ട. ഇപ്പൊ ബൈ എക്സിക്യൂട്ട് ചെയ്ത ശേഷം ആവറേജ് പ്രൈസ് നോക്കുക. ആ ആവറേജ് പ്രൈസിന്റെ മുകളിൽ ഹൈക്ക് കാണിച്ചിട്ട് സെല് ഇടുക. അതെ. ഇത് ക്യാൻസൽ ചെയ്യണം. നിലവിലുള്ള സെൽ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മളിപ്പോ അത് ചെയ്താൽ മതി. അല്ല, ഇപ്പൊ ബൈ ഓർഡർ ആണ് ക്യാൻസൽ ചെയ്തത് നമ്മള്. അല്ല ഓക്കെ. അത് 100% ആക്കിയാൽ 159.2 തന്നെയാണല്ലോ. അത് 100% ആക്കുക. ബൈ ഓർഡർ കൊടുക്കുക. ബൈ സോള് കൺഫേം. അത്രേ ഉള്ളൂ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാൻ? ഓക്കെ. ഇന്ന് സംശയം ഇത്രയുള്ളെന്ന് വിചാരിക്കുന്നു. വീണ്ടും കൂടുതൽ സംശയങ്ങളുമായിട്ട് വരിക. ഇന്ന് ഞാൻ റജി ഒന്ന് സംസാരിക്കാം. റജി ഉറക്കത്തിലാണോ? റജി ഒന്ന്, കാരണം റജിയെ പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് കേട്ടോ. എന്തരമാർ സാറേ, അദ്ദേഹം സൗദിയിൽ നിന്നാണ്.
എല്ലാ ശരി ദിവസവും ജോയിൻ ചെയ്യുന്നുണ്ട്. വെളുപ്പിനെ 3:30 മണിയൊക്കെ ആവണം അവിടെ. റജി ആ. കേൾക്കാം? റജി കേൾക്കുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പുള്ളി. എന്നിട്ട് ചിലപ്പോ എല്ലാ ദിവസവും നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, ഞാൻ പറയാം, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പല ആൾക്കാരും നമ്മൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഗ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളതിന് സിമ്പിൾ ഉത്തരവാണ്. കാരണം പല ആൾക്കാരും അയ്യോ രാവിലെ 6:30 6:30 എഴുന്നേക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ള ആൾക്കാരെ എന്നിട്ട് നമുക്ക് ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും. റജി വന്നു. റജി ഒന്ന് പറഞ്ഞോളൂ. അവിടെ എത്ര മണിയായി സമയം? ഇപ്പോ 5:05. 5:05. എത്ര മണിക്കാണ് അവിടെ ജോയിൻ ചെയ്യുന്നത് സാറിന്? 4 മണിക്ക് 3:30 എഴുന്നേക്കണം അല്ലേ? അതെ ഞാൻ അതെ. റജി സ്ഥിരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം വേറെ ഇപ്പൊ കാനഡയിൽ നിന്നൊക്കെ ഉള്ളവരുണ്ട്. ഇവിടെ സുനിൽ ജോൺ സാറുണ്ട്. അവിടെ എത്ര മണിയാ സുനിൽ ജോൺ സാർ? സാർ ഇവിടെ ഇപ്പം രാത്രി 10 മണി. രാത്രി 10 മണി. ഓക്കെ. അവിടെ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ടൈമാണ്. സൗദി എന്നുള്ള ഈ സമയത്തും അല്ല, ഇതുപോലുള്ള ആൾക്കാർ ഇന്ന് അയർലൻഡിൽ നിന്ന് ഒരാൾ അവിടെ 2 മണിയാണ് വെളുപ്പിനെ. അപ്പൊ അത് മിക്കവാറും ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് ആൾക്കാർ ഗ്രോ ചെയ്യുന്നത്, അല്ലെ ബിസിനസ്സിനകത്ത് അല്ലെ ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നതിന്റെ സിമ്പിൾ ഉത്തരവാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ പല ആൾക്കാരും നമ്മളൊരു ചെറിയൊരു കംഫർട്ട് പോലും കളയാൻ തയ്യാറല്ല. പക്ഷെ നമുക്ക് എല്ലാ വിജയവും ഉണ്ടാവുകയും വേണം. ഇതാണ് കൂടുതൽ ആൾക്കാരുടെ ഒരു ഇതിനോടൊക്കെയുള്ള സമീപനം. നമുക്കൊന്നും ഒരു ചെറിയ ഞാൻ 9:03 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അത് എനിക്ക് സമയത്ത് കഴിക്കണം. അല്ലെങ്കിൽ ഡിന്നർ വൈകുന്നേരത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ 9:35 ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് അത് യാതൊരു മാറ്റം വരാൻ പറ്റില്ല. എന്നാൽ എനിക്ക് കാശ് കിട്ടണം, അല്ലെങ്കിൽ സക്സസ് ആവാൻ, അതൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഇങ്ങനെ നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. സക്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ സാക്രിഫൈസ്. എത്ര സാക്രിഫൈസ് നമ്മൾ എടുക്കുന്നു അതാണ് സക്സസ്. വളരെ സിമ്പിളാണ്. നമ്മളതിന് ഡെഡിക്കേറ്റ് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം. അതായത് നമ്മൾ വി ഹാവ് ടു പേ ദ പ്രൈസ് എന്ന് പറയും. നമ്മളതിന് അതിനുള്ള വില കൊടുക്കണം. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ഞാൻ പറയായിരുന്നു, റജിയോട് വേണമെങ്കിൽ അവിടെ മീറ്റിംഗ് വേണേൽ രാത്രി നമുക്ക് വേണേൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഭാഗത്ത് ഒക്കെ ഉള്ളവരെ വേണേൽ രാത്രി സമയത്ത് വേണേൽ 10 മണിക്കോ 11 മണിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഞാൻ പറയുമായിരുന്നു. ആഴ്ചയിൽ ഒന്നൊക്കെ ആയിട്ട് വേണേൽ തുടങ്ങാം. ഗ്രാജുവലി അത് നമ്പർ കൂടി വന്നോളും. ഇവിടെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ മീറ്റിങ്ങിനകത്ത് ഞങ്ങൾ 5-6 പേര് വെച്ച് റെഗുലറായിട്ട് തുടങ്ങിയതാണ്. റെഗുലറായിട്ട് നമ്മൾ ബസ് ഓടിക്കുന്ന പോലെ ബസ് റൂട്ട് ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ബസ് റൂട്ട് ഓടുന്നത് 3 മാസം ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യസമയത്ത് ആ ബസ് ഓടിക്കൊണ്ടിരിക്കും. ആൾക്കാർ കയറും. അല്ലാതെ ആൾക്കാർ രാവിലെ വന്ന് സ്റ്റാൻഡിൽ വന്ന് നിന്നിട്ട് ബസ് ഓടിക്കാനാണ് പല ആൾക്കാർ ഇരിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ശരിയായ ഡയറക്ഷനിലാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് വിജയിച്ചേ മതിയാവുള്ളൂ. അതാണ് സക്സസിന്റെ. നമ്മൾ ചെയ്യുന്ന നിങ്ങൾ ചെയ്ത് നോക്കും. പല ആൾക്കാരും നമ്മൾ പല ബിസിനസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്ന അച്ചീവ് ചെയ്ത പ്രോസസ്സ് ഇത് തന്നെയാണ്. നമ്മൾ വേണം എന്ന് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്, അതിന് വേണ്ടത് എന്താണ് അതങ്ങ് ചെയ്യുക. അത്രേ ഉള്ളൂ. റിസൾട്ട് വന്നോളും. റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുകയോ വെയിറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. റിസൾട്ട് നാച്ചുറലാണ്. റിസൾട്ട് വന്നേ മതിയാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എപ്പോഴും ഇവിടെ നിർമ്മൽ സാർ എടുത്തെടുത്ത് പറയുന്നതാണെങ്കിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, നമ്മളെപ്പോഴും ചാർട്ട് എല്ലാ ദിവസവും ചാർട്ടോട് നോക്കുക. ഓരോ ദിവസവും അതിൻ്റെ സപ്പോർട്ട് ലെവലുകൾ താഴോട്ട് പോകുന്നത്, ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സെക്കൻഡ് പോകുന്നത്, സെക്കൻഡ് കഴിഞ്ഞാൽ തേർഡ്. അപ്പം 3ാമത്തെ സപ്പോർട്ട് ലെവൽ വരെ പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബൈ ചെയ്യാനായിട്ട് എപ്പോഴും. ആ താഴെ 3ാമത്തെ സപ്പോർട്ട് ലെവൽ വരെ പോവാം. അപ്പം നമുക്ക് വില കുറഞ്ഞ സാധനം കിട്ടും. അപ്പം നമ്മളിവിടെ പല ആൾക്കാരും ശ്രദ്ധിക്കാറുണ്ടെന്ന് തോന്നുന്നില്ല. അതായത് ഞാൻ ഇടയ്ക്ക് എക്സാമ്പിൾ പറയാറുണ്ട്. എനിക്ക് പരിചയമുള്ള പാർട്ടിയുണ്ട്. പുള്ളി പറയുന്നത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടുന്നത് എന്നെ ബാധിക്കാറില്ലെന്നാണ് പറയുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും വില കൂടിയിട്ടും പുള്ളി പറയുന്നത് എന്താ എല്ലാവരും ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നത്, എനിക്കത് പ്രശ്നമല്ലല്ലോ എന്ന് പറയുന്നത്. അതെന്താണ്, ഞാൻ നേരത്തെ 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നത്, ഇപ്പോഴും 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നത്. അത് ഞാൻ 100 രൂപ തന്നെയല്ലേ കൊടുക്കാറുള്ളൂ, ഇപ്പോഴും 100 രൂപയ്ക്ക് അടിക്കുന്നതാണ് പുള്ളി പറയുന്ന ന്യായീകരണം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ബാധിക്കാറില്ലെന്ന്. എന്താണ് പ്രശ്നം എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ 100 രൂപ, നമ്മൾ 1 വർഷം മുമ്പ് 100 രൂപയ്ക്ക് അടിച്ചാൽ കിട്ടുന്നതിന്റെ ക്വാണ്ടിറ്റിയുടെ പകുതി ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ മേടിക്കാൻ പോകുന്നൊരു വില കൂടിയ നമ്മൾ 100 രൂപയ്ക്കാണ് വെളിച്ചെണ്ണ മേടിക്കുന്നത്, ഇപ്പോഴും 100 രൂപയ്ക്ക് വെളിച്ചെണ്ണ മേടിക്കുന്ന പറഞ്ഞാലുള്ളതേ ഉള്ളൂ. വെളിച്ചെണ്ണയ്ക്ക് 450 രൂപയായി, 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു കൊല്ലം മുമ്പ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ആ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വില കുറഞ്ഞ് കിട്ടിയാൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. സെയിം നിങ്ങൾ ഇതിൻ്റെ താഴെ നിങ്ങൾ പർച്ചേസ് ചെയ്തതിൻ്റെ അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വാണ്ടിറ്റി കാണിക്കും. ആ ക്വാണ്ടിറ്റി നമ്മൾ അതാണ് ശരിക്കുള്ള അസറ്റ് എന്ന് പറഞ്ഞത്. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വില കൂടുമ്പോൾ മേടിക്കുമ്പോൾ അത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിലേ നമുക്ക് കിട്ടുന്നുള്ളൂ. വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. അപ്പോൾ എപ്പോഴും ബൈയിലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത്. ഞാനൊക്കെ ബിസിനസ്സിൽ നമ്മൾ തുടക്കത്തിൽ, ഞങ്ങൾ ഈ ബിസിനസ്സിലല്ല ട്രഡീഷണൽ ബിസിനസ്സിലൊക്കെ നമ്മൾ വന്നപ്പം നമ്മൾക്ക് മനസ്സിലാകാതിരുന്നൊരു ഏരിയയാണ്. ബൈയിലാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്,
സെല് ചെയ്യുമ്പോഴുള്ള പ്രോഫിറ്റ് മാത്രമേ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ പ്രോഫിറ്റ് ബൈയിലാണ്. ഇതൊരു നോർമലി ആൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വർഷങ്ങളെടുത്തു. ട്രഡീഷണൽ ബിസിനസ്സിൽ ഞങ്ങളൊക്കെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ആരാണോ ക്രെഡിറ്റിൽ സാധനം തരുന്നത് അവരുടെ നിന്നാണ് മേടിക്കുന്നത് കൂടുതൽ. കാരണം അപ്പോൾ കൂടുതൽ കിട്ടും, അപ്പം നമുക്ക് കൂടുതൽ ഓളിയും ചെയ്യാം. കൂടുതൽ ഓളിയും ചെയ്യുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ നമ്മളപ്പോൾ കൂടുതൽ ടേൺ ഓവർ ചെയ്ത് പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതായിരുന്നു സ്ട്രാറ്റജി. പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ 10 പോലും ടേൺ ഓവർ ഇല്ലാത്ത ആൾക്കാർ ഒരു ബൈയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഒരു ബൈയിൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ക്യാഷ് പർച്ചേസ് അവർ ചെയ്യുള്ളൂ. കടം കൊടുക്കുക എന്ന് പറയുന്നവരുടെ അടുത്ത് നിന്ന് അവർ കടം വാങ്ങുകയല്ല, ക്യാഷ് പർച്ചേസ് അവർ ചെയ്യുള്ളൂ. അഡ്വാൻസ് പൈസ എന്നേക്കാം എന്ത് കുറച്ച് തരും എന്നാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ബാർഗൈനിങ് പവർ കൂടുതൽ കിട്ടും, റേറ്റ് കുറഞ്ഞവർക്ക് സാധനം കിട്ടും. അപ്പം നമ്മുടെ 10 പോലും ടേൺ ഓവർ ഇല്ലാത്തവർ നമ്മളെക്കാളും പ്രോഫിറ്റ് നമ്മളെക്കാൾ കൂടുതൽ അവർക്കാണ്. പക്ഷെ നമുക്ക് ബാക്കി സ്റ്റാഫുണ്ട്, വണ്ടികളുണ്ട്, ബഹളമുണ്ട്, ഭയങ്കര ജഗപുക, സെയിൽ ടാക്സിൻ്റെ അവിടെ ചെന്ന് വെച്ചാൽ വലിയ ടേൺ ഓവർ ഉണ്ട്. പക്ഷെ നമ്മളുണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി പ്രോഫിറ്റ് നമ്മുടെ 10 ടേൺ ഓവർ ചെയ്യാത്തവർ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്ത് വർഷങ്ങൾ എടുത്തിട്ടാണ്. എന്ന് പറയുന്ന പോലെ ഇവിടെയാണെങ്കിലും നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം ബൈയിലാണ് പ്രോഫിറ്റ്. വില കുറഞ്ഞ് കിട്ടുമ്പോൾ വാങ്ങുക എന്നുള്ളതിലാണ്, അതിലാണ് ഗെയിം. വില എന്തായാലും മുകളിലേക്ക് കയറുന്ന ഉറപ്പുള്ള സാധനത്തിന് പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒരിക്കലും പെരിഷബിൾ ഗുഡ്സ് അല്ല. ഞാൻ പറയുന്ന ഒരു പച്ചക്കറി കട നടത്തിക്കൊണ്ട് പോകുന്ന പോലും ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. നമുക്ക് പലർക്കും അറിയാൻ മേലാത്ത, നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ ബിസിനസ്സുകൾ നടത്തിക്കൊണ്ട് പോകാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. വലിയ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ സത്യത്തിൽ ബുദ്ധിമുട്ട് കുറവാണ്. സാധാരണ ആൾക്കാർക്ക് അറിയാൻ മേല. സാധാരണ ആൾക്കാർ ഈ വലിയ ബിസിനസ്സിനെ പേടിയും ചെറിയ ബിസിനസ്സിനെ ആൾക്കാർക്ക് പേടിയില്ലാത്ത. ചെറിയ ബിസിനസ്സുകൾക്കാണ് പേടി കൂടുതൽ വേണ്ടത്. അതിനകത്ത് കണ്ണെടുക്കാൻ പറ്റില്ല. ഒരു പെരിഷബിൾ ഒരു ഫ്രൂട്ട്സിൻ്റെയോ പച്ചക്കറിയുടെ ഒക്കെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് 24 hours അലർട്ടായിരിക്കണം. 24 hours അവർക്കൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ എന്തുമാത്രം മൈൻഡ് വർക്ക് ഇങ്ങനെ ബാക്ക് എൻഡ് നടന്നുകൊണ്ടിരിക്കുകയെന്നറിയോ. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ശനിയാഴ്ചയാണ്, ഇപ്പം ഞായറാഴ്ചയാണ്, കടയില്ല, ശനിയാഴ്ച വൈകുന്നേരത്തിനകം വിറ്റ് തീരണം, അല്ലെങ്കിൽ കേടായി പോകും. അപ്പോൾ ചിലപ്പം ശനിയാഴ്ച വൈകുന്നേരം വരുന്ന ഒരു കസ്റ്റമറുടെ അടുത്ത് ഓക്കെ ഓഫറിൽ ഇട്ട് കൊടുക്കും. ഓക്കെ സാറെന്ന് അത് കൊണ്ടുപോകും, 3 പഴം കൊണ്ടുപോകും, 100 രൂപയ്ക്ക് തന്നാൽ മതി, കൊല തന്നെ മുഴുവൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞത് ക്ലിയർ ചെയ്തെടുക്കണം. എന്തുമാത്രം മൈൻഡ് വർക്ക്. കാരണം പെരിഷബിൾ സാധനമാണ്, എനി ടൈം പൈസ പോകാം. ഇവിടെ ഇതൊന്നുമില്ല, പെരിഷബിൾ ആയിട്ടുള്ള സാധനം ഒന്നുമില്ല നമുക്ക്. അപ്പം നമ്മൾ ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ആവറേജ് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി പോകാം. എപ്പോഴും ഓർത്തിരിക്കുക, ഇതിനകത്ത് നമ്മൾ ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞത് ആക്റ്റീവ് ഇൻകം ആണ്, മറ്റേത് പാസീവ് ഇൻകം ആണ്. എപ്പോഴും ഓർത്തിരിക്കണം. നമ്മൾ നീഡിയായിട്ട് ഒരാളെ കൊണ്ടുവന്നാൽ അവർ വഴി ഉണ്ടാകാവുന്ന ഇൻകം നമുക്ക് കണക്കൂട്ടി പോലും എടുക്കാൻ പറ്റില്ല. നമ്മൾ ട്രേഡിങ്ങിലുള്ള ഇൻകം നമുക്ക് കണക്കൂട്ടി എടുക്കാം, മറ്റേതിനകത്തുള്ള ഇൻകം നമുക്ക് കണക്കൂട്ടാൻ പോലും പറ്റില്ല. അപ്പം നീഡി ആയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കാൻ, നമ്മൾ ചിലപ്പോൾ 4 പേരോട് അപ്രോച്ച് ചെയ്തു, അവർ അയ്യോ വേണ്ടാന്ന് പറഞ്ഞു. അവിടെ ഒന്നും നമ്മൾ തളരരുത്. നമ്മൾ ഇവിടെ മീറ്റിംഗ് റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ചില ആൾക്കാർക്ക് ഗ്രോത്ത് ഒരു ശാലം താമസിച്ചെന്ന് വരും, കുഴപ്പമില്ല, നമ്മൾ ക്ഷമയോടെ നിൽക്കുക. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, ചില ആൾക്കാർ കല്യാണം ആലോചിച്ചിട്ട് എത്ര കൊല്ലം കഴിച്ചിട്ട് നടക്കുന്നില്ല. അപ്പം പിന്നെ ചില കാര്യങ്ങൾക്ക് നമ്മുടെ മാത്രം നിയന്ത്രണത്തിലല്ല, നമ്മൾ ദൈവമൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ചില കാര്യങ്ങൾക്ക് ചിലപ്പം കുറച്ച് ടൈം എടുത്തെന്ന് വരും. ചില ആൾക്കാർ നമ്മൾ വീട് വെക്കണമെന്ന് ആഗ്രഹിച്ച് കാശൊക്കെ ഉണ്ടായിട്ടും ചിലപ്പോൾ നടക്കാത്ത എത്ര ആൾക്കാരുണ്ട്. കല്യാണം കഴിക്കാൻ കാശ് ഉണ്ടായിട്ടും നടക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ കുറച്ച് ഡിലേ ഒക്കെ വന്നിരിക്കും. പക്ഷേ സ്റ്റേ ബാക്ക് ചെയ്യുക. ഒരു കാരണവശാലും ഒരു പെർഫോമൻസ് വിചാരിച്ച് വന്നില്ല എന്നോർത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ മടിയൊന്നും ഉണ്ടാവരുത്. ഇവിടെ വന്നുകൊണ്ടിരിക്കുക, എല്ലാ മീറ്റിങ്ങും വന്നുകൊണ്ടിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ അല്ലെങ്കിൽ മറ്റാരുടെയും സക്സസ് കാണുക, നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക ഇറ്റ് ഈസ് പോസിബിൾ എന്ന് നമ്മൾ നമ്മുടെ മൈൻഡിനെ ബോധ്യപ്പെടുത്തുകൊണ്ടിരിക്കാനാണ് ഈ മീറ്റിങ്ങുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമുക്കൊരു പക്ഷേ വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വേറൊരാൾ ചിലപ്പോൾ പെട്ടെന്ന് വന്ന് ഗ്രോ ചെയ്ത് പോകുന്ന കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ഒരു പരിധിവരെ ഫ്രസ്ട്രേഷൻ നല്ലതുമാണ് ഗ്രോത്തിന്. ഏത് ഗ്രോത്തിന്റെ സമയത്തും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഗ്രോത്ത് ഇല്ലാത്ത ആൾക്കാർ ഫ്രസ്ട്രേഷൻ നമുക്ക് ജീവിതത്തിൽ ഒരു സമയത്ത് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോത്ത് ഫേസിലല്ല എന്നാണ്, നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടില്ലെന്ന് അർത്ഥം. ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. അതായത് ഗോള് സെറ്റ് ചെയ്ത് പല ആൾക്കാർക്കും എന്തുകൊണ്ടാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ മാസത്തെ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പറയാൻ മടിയാണ്. കാരണം എന്താണ്, പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറാവും. ആ പ്രഷർ എടുക്കാൻ തയ്യാറാകാതെ നടക്കുന്നവരുണ്ട്. പക്ഷെ പ്രഷർ ഉണ്ടാവണം. പ്രഷർ ഉണ്ടായാലേ ഗ്രോത്ത് ഉണ്ടാകണം, പ്രഷർ ഉണ്ടാകണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചറിയാം, എക്സാം വരുന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് വരുന്നുണ്ടല്ലേ പലരും നമ്മൾ പഠിക്കുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിൽ കൃത്യമായിട്ടൊരു ഡേറ്റ് ഒന്നുമില്ല, എപ്പോഴെങ്കിലും പാസ്സായാൽ മതി എന്ന് നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ, എനിക്ക് തോന്നുന്നു പലരും പാസ്സാകത്ത് പോലും ഇല്ലായിരുന്നു. ഒരു എക്സാം വരുന്നു, കട്ട് ഓഫ് ഡേറ്റ് വരുന്നു, അപ്പോൾ എക്സാമിന്റെ 1 മാസം മുമ്പാണ് ആദ്യം പുസ്തകം എടുത്ത് തുറന്നു നോക്കുന്നത്. അന്നേരം ആ ലാസ്റ്റ് 1 മാസം പഠിത്തമാണ് പഠിത്തം, അത്രേ ഉള്ളൂ. എന്ന് പറയുന്ന പോലെ ആ കട്ട് ഓഫ് വരുമ്പോൾ പ്രഷർ വരും. ആ പ്രഷറാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് ഉണ്ടാക്കുക. നമ്മൾ എപ്പോഴാണ് അഫിലിയേറ്റ് ആവുന്നത്, എപ്പോഴാണ് സ്റ്റാർ ആവുന്നത്, പുതുതായിട്ട് വന്നിട്ടുള്ള ഒരാൾ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ സ്റ്റാർ ആവും. നമ്മൾ കട്ട് ഓഫ് ഡേറ്റ് വെക്കുക. ഓക്കെ, ഞാൻ 24 മണിക്കൂറിന് 2 പേരെ കൊണ്ടുവന്ന് സ്റ്റാർ ആവും. പ്രഷർ ഉണ്ടാവണം. പ്രഷറിൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇവിടെ മാത്രമല്ല, എന്ത് കാര്യത്തിനും. അതുപോലെ അഫിലിയേറ്റ് ആണ്. അഫിലിയേറ്റ് മൂലമാണ് ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു സുഖം എൻജോയ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ താഴെ കുറച്ച് പേര് വരുന്നു, അവർ അവിടെ നിന്ന് കിട്ടി എല്ലാ ദിവസവും എവിടുന്നെങ്കിലുമൊക്കെ കുറേ ആൾക്കാർ പുതുതായിട്ട് വരുന്നു.
അതിനൊക്കെ നമ്മൾ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ, അറിയുന്ന ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കോൺഫിഡൻസോടുകൂടി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് അറിയാൻ മേലാത്ത നമ്മുടെ ടീമിലുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവിടുന്ന് ഒരു വരുമ്പോഴത്തേനും നമുക്ക് $10 ഇൻകം വരുന്നു. അപ്പോൾ അഫിലിയേറ്റ് മുതലാണ് ശരിക്കും നമുക്ക് ഒരു എൻജോയ്മെന്റ് കൂടുന്നത്. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. ആദ്യം ഫസ്റ്റ് വന്നവർ സ്റ്റാർ ആവാൻ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കുക. ഇന്ന് വൈകുന്നേരം നമുക്ക് മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിനെ മാത്രം നോക്കി നിൽക്കാതിരിക്കുക. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവരുടെ പ്രധാന വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ട്രേഡിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട ബിസിനസ് ആണെന്ന് പറഞ്ഞ് ആദ്യം പോയി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് പല ആൾക്കാരും പോയി കാണുന്നത്. ഇവിടെ പല ആൾക്കാരും ട്രേഡിംഗ് രംഗത്ത് നിൽക്കുന്നതിൽ 90% ആൾക്കാരും ഫെയിലിയറാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അവർ വിചാരിച്ചിരിക്കുന്ന, അവർക്ക് ഏറ്റവും വലിയ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യം അവർ പറയുന്നത് എന്താണെന്നറിയോ? എനിക്കെല്ലാം അറിയാം, ഞാൻ 5-8 വർഷമായി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, എൻ്റെ 15 ലക്ഷം രൂപ പോയതാണ്. 5-8 വർഷമായി 15 ലക്ഷം രൂപ പോയി, ട്രേഡ് എല്ലാം എന്നെക്കുറിച്ച് മൊത്തം അറിയാവുന്ന പറയുന്നത്. സത്യത്തിൽ കോൺട്രഡിക്ടറി അല്ലേ? അതായത് എല്ലാം അറിയാവുന്ന ആളാണ്. ഇന്ന് കോടീശ്വരന്മാരുണ്ട് പല ഇവിടെ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അറിയാവുന്ന ആളാണ്, ഒന്നെങ്കിൽ അയാൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെ അടുത്ത് നിങ്ങൾ ചോദിച്ചോ, കുഴപ്പമില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മാർക്കറ്റിലുള്ളത് 90%, 95% കൂടുതലും പൈസ കളയുന്നവരാണ്. അത് അവർക്ക് അറിവില്ലാത്തതുകൊണ്ടും അവർക്ക് ഈ പറഞ്ഞ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടും ഒക്കെയാണ്. അതായത് മാർക്കറ്റ് ഇപ്പം മുകളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന പൈസ മുഴുവൻ ചാടി കയറി മേടിച്ച് ഫ്യൂച്ചറിലൊക്കെയാണ് പലരും ചെയ്യുന്നത്. ഈ ഇന്ദ്രകുമാർ സാറൊക്കെ എന്ത് ഡിസിപ്ലിനായിട്ടാണ്, അദ്ദേഹം ഡിസിപ്ലിനായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആർക്കും പൈസ പോകാത്തത്, ആരും സ്റ്റക്ക് ആവാത്തത്. അതേ സ്ഥാനത്ത് ചുമ്മാതെ അവർക്ക് ഇപ്പം ചില ആൾക്കാർ ഡ്രൈവിങ് ഒരു കൺട്രോളും ഇല്ല, ഒരു വെളിവും ഇല്ല, ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ ഡ്രൈവിങ് മുഴുവനും റിസ്ക് ആണെന്ന് പറഞ്ഞ പോലെ ഉള്ളതേ ഉള്ളൂ. ഡ്രൈവിംഗ് റിസ്ക് ഉണ്ട്, ബോധമില്ലാതെ ഓടിച്ചാൽ ആക്സിഡന്റ് ഉണ്ടാവും. വൺ വേ തെറ്റിച്ച് കയറി ചെന്ന ആക്സിഡന്റ് ഉണ്ടാവും, വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ച ആക്സിഡന്റ് ഉണ്ടാവും. അതുകൊണ്ട് ഡ്രൈവിംഗ് മുഴുവനും പ്രശ്നമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ വേറെ ആൾക്കാർ വിജയിക്കുന്നുണ്ടല്ലോ, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പം അവരുടെ ഡിസിപ്ലിൻ എന്താണ്? ചില ആൾക്കാർ, എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം അവരെ കൊണ്ട് സാധിക്കില്ല. ധാരാളം ആൾക്കാരെ എനിക്ക് പരിചയമുള്ളവരുണ്ട്, അവർക്ക് ഒരു 3 മാസം ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. 3 months അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയല്ല. 3 monthsനകത്ത് അവരെ ഇനി ഗോൾഡ് മൈൻ ചെയ്യുന്നിടത്ത് കൊണ്ടിട്ടാലും അവരോട് ചുമ്മാ വാരി സ്വർണം വാരി എടുത്തോളാൻ പറഞ്ഞാലും അവർ 3 മാസത്തിനകം വേറെ പരിപാടിക്ക് പോകും. അത് കഴിഞ്ഞ് മുനിസിപ്പാലിറ്റിയുടെ ചവറ് വരാൻ പോലും പോകും. കാരണം അവർക്ക് 3 മാസം അവരുടെ ഫോക്കസ് ഒരു സ്ഥാനത്ത് നിർത്താൻ പറ്റിയില്ല. അങ്ങനെയുള്ളവർക്ക് ലോങ് ടൈം സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല. ട്രേഡിങ്ങിൽ അങ്ങനെയുള്ളവർക്ക് ട്രേഡിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇതൊരു ഒരു പരിധി ഒരു ഗാംബിളിംഗ് ആണ്. അവരുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ മേടിച്ച് വെക്കുക, നാട്ടുകാരിൽ നിന്ന് മേടിക്കാവുന്ന കാശും മേടിച്ച് ഇതിനകത്തിടും. എന്നിട്ട് ഇതെല്ലാം കൂടി ഫ്യൂച്ചർ പോലെ ഹൈ റിസ്കിനകത്ത് ചെയ്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആൾക്കാരൊക്കെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരോടൊക്കെ പോയി നമ്മൾ സംസാരിച്ചിട്ട് അങ്ങോട്ട് ഭയങ്കര ഈ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാർ മറ്റവരുടെ ക്ലാസ്സും കേട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് ആദ്യം നിങ്ങൾ ബിസിനസ് നമുക്കൊന്ന്, കാരണം ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഏതെങ്കിലും പ്രൊഫഷൻ വിജയിക്കണമെങ്കിൽ നമ്മുടെ കസ്റ്റമറേക്കാൾ നോളജ് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് നോളജ് നമ്മൾ കാണാൻ പോകുന്ന ആളേക്കാൾ കൂടുതൽ നോളജ് ഉണ്ടാക്കിയിട്ട് പോവുക. ഒന്നെങ്കിൽ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അത് നോട്ട് എഴുതിയെടുക്കുക. ഇന്ദ്രകുമാർ സാറൊക്കെ എടുക്കുന്നതിനകത്ത് എന്തുമാത്രം അറിവുകൾ കിട്ടുന്നുണ്ട്, അത് എഴുതിയെടുക്കുക. അതാ ഞാനിപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ റെക്കോർഡ് ഇട്ടായിരുന്നു. കാരണം പൈസ വിഡ്രോ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പല ആൾക്കാരും ചോദിക്കുന്ന അറിയാൻ മേലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നോട്ട് എഴുതുക, പഠിക്കുക. ഇവിടെയൊക്കെ നമ്മളിത് റെക്കോർഡ് ചെയ്ത സാധനങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട്, അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിരുന്ന് കേൾക്കുക, അറിവുണ്ടാക്കുക. അറിവാണ് പവർ, നോളജ് ഈസ് പവർ. അപ്പം ഇതുപോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് തൽക്കാലം നമുക്ക് സാധാരണ ആൾക്കാർ വലിയ കൃത്യത്തെക്കുറിച്ചൊന്നും അധികം, ഒന്നെങ്കിൽ അറിവില്ലാത്തവരുടെ അടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നല്ല വിവരമുള്ളവരുടെ അടുത്ത് വർക്ക് ചെയ്യുക. ഇത് രണ്ടും കുഴപ്പമില്ല. ഹാഫ് നോളജ് ഉള്ളതിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും വിവരമില്ലായ്മ പറയുന്നത് കേട്ടുണ്ട്. അവർ പല ആൾക്കാരും എനിക്കറിയാവുന്ന തന്നെ പല ആൾക്കാരും പറയാറുണ്ട്, അവർക്ക് ട്രേഡിങ് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ 5-8 കൊല്ലമായിട്ട് ചെയ്യുന്ന 10-20 ലക്ഷം രൂപ കളയുകയും ചെയ്തു. കാരണം ട്രേഡിംഗ് എല്ലാം അറിയാം അവർക്ക്. 10-20 ലക്ഷം രൂപ കളഞ്ഞു. ഇങ്ങനെയുള്ളവരുടെ ഇന്ന് അഡ്വൈസ് എടുത്ത് ഡിസിഷൻ എടുത്ത് പോകുന്നവരുണ്ട്. ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. നമ്മൾ ഒരു ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഒരു ഡോക്ടറെ നമ്മൾ കാണാൻ പോവുക. ഡോക്ടർ പറയുന്നു, നമ്മളവിടെ ചെല്ലുമ്പം ഡോക്ടർ പറയുന്നു നിങ്ങളുടെ ഹാർട്ടിനാണ് പ്രശ്നം. ഉടനെ രോഗി പറയാണ്, ഇല്ല ഡോക്ടർ, എനിക്ക് ഹാർട്ടിനൊന്നും കുഴപ്പമില്ല, എനിക്ക് ലിവറിനാണ് പ്രശ്നം ഉണ്ടായിരുന്നത്, ഹാർട്ടിനൊന്നും കുഴപ്പമില്ല. അയ്യോ ആണോ കേട്ടോ, ഞാൻ സോറി കേട്ടോ, എന്നാൽ ലിവർ നോക്കാം എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ഇനി ആരെങ്കിലും പോവുമോ? പോകത്തില്ല. അതായത് നമ്മുടെ ചെല്ലുന്ന ഡോക്ടർക്ക് നമ്മളെക്കാളും വിവരമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അയാളുടെ അടുത്ത് പോവുള്ളൂ. എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ, മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ പോകുന്ന, അതായത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കസ്റ്റമർ അല്ലെ പ്രോസ്പെക്ട് എന്നെ നമ്മളെക്കാളും വിവരം കുറഞ്ഞവരായിരിക്കണം, അറിവ് കുറഞ്ഞവരുടെ അടുത്ത്. അതായത് ഒന്നെങ്കിൽ നമ്മളിവിടെ അറിവ് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിവരം ഇല്ലാത്തവരുടെ അടുത്ത് പോയി കാണാതെ പോകാതിരിക്കുക. എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷനായിട്ട് തിരിച്ചു പോരാതിരിക്കുക. അറിവ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മുഴുവൻ അറിവുള്ളവർ നമ്മുടെ കൂടെ ഉണ്ട്. ഏത് ലെവലിലുള്ള ചോദ്യം ചോദിച്ചാലും പറഞ്ഞുതരാനുള്ളവർ ഇവിടെ നമ്മുടെ അടുത്തുണ്ട്. അവരോട് ചോദിച്ച് അറിവുണ്ടാക്കുക. എന്നിട്ട് ഗ്രാജുവലായിട്ട് അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവന്മാരെയൊക്കെ അടിച്ച് പറപ്പിക്കാൻ പറ്റും. ആ നോളജ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്, എന്താ നിങ്ങൾ കാണുക, ആവറേജ് നിങ്ങൾക്ക് അറിയാമോ,
നിങ്ങൾക്ക് എങ്ങനെയാ, ഏത് തരത്തിലാണ്, ഫ്യൂച്ചറാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന അറിവ് ഉണ്ടാക്കിയിട്ട്, അല്ലാതെ നമ്മളുടനെ ട്രേഡിങ് നമുക്ക് 2-3 പേര് 3-4 പേര് ട്രേഡിങ് ചെയ്യുന്നവരുണ്ട്, അവന്മാരെ ഇതിനകത്ത് കൊണ്ടുവരണം. അവർക്കെല്ലാം അറിയാവുന്ന മറ്റേ എൻസൈക്ലോപീഡിയയാണ്. അവർ പറഞ്ഞു പിന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ആളെ ഞാൻ പഠിപ്പിക്കാമെന്നൊക്കെ പറയും. ഞാൻ ദിവസം കാശ് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്, നിങ്ങളെ പഠിപ്പിക്കുന്ന ആളെ ഞാൻ പഠിപ്പിക്കാമെന്നും പറയും. ഇങ്ങനത്തെ ആൾക്കാരാണ് മാർക്കറ്റിൽ. അവർക്ക് ഭയങ്കര ഈഗോയും ഉണ്ടാകും. കാരണം എനിക്കെല്ലാം അറിയാം, അതിനോ എവരിത്തിങ് എന്നാണ് ഇവരുടെ വിശ്വാസവും. അങ്ങനെയുള്ളവരുടെ അടുത്തൊന്നും ദയവ് ചെയ്ത് നമ്മുടെ ഭാവി കളയാതിരിക്കുക. നമ്മളൊരു സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ ഒരു സൈഡിൽ കൂടെ മാക്സിമം സബ്ജക്ട് നോളജ് ഉണ്ടാക്കുക, മറു സൈഡിൽ കൂടെ ഒന്നെങ്കിൽ വിവരമുള്ളവരെ കാണുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിവരമില്ലാത്തവരെ കാണാനല്ല, ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരെ കാണിക്കുക. അവരെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒന്നെങ്കിൽ അറിവില്ലാത്തവരെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമാണ്, അല്ലെ അറിവുള്ളവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം. അറിവുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ച് നോക്ക്. ഞാൻ സംസാരിച്ചല്ല, ബിക്കറ്റ് സ്റ്റാൻഡേർഡ്, അതൊന്നും പേടിക്കണ്ട, ടോപ്പ് റാങ്കിങ്ങിലുള്ള എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ആ സൊലാന കോയിൻ ഇങ്ങനത്തെ അതൊക്കെ ഒന്നും സേഫാണ്, പേടിക്കണ്ട. ഇതാണോ സ്പോട്ടാണ് ചെയ്യുന്നത്, ഒന്നും പേടിക്കണ്ട, സ്പോട്ടിലൊന്നും പൈസ പോകത്തില്ല. വിവരമുള്ളവർ അങ്ങനെ പറയുള്ളൂ. അല്ലാത്ത അവർ പൈസ എടുക്കുന്നതിനെ കുറിച്ച്, പൈസ എടുക്കാൻ മേലത്, ഇതൊക്കെ പറയുന്ന ഈ ഊളൻ പരിപാടികൾ, ഇത് എന്തെങ്കിലും തട്ടിപ്പ് സാധനങ്ങൾക്ക് ആൾക്കാരുണ്ട് ചാടിച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞാൽ തിരുനക്കര അമ്പലത്തിലെ കാളയുടെ അവസ്ഥയായിരുന്നു. പിന്നെ കാണുന്ന ഓട്ടോറിക്ഷക്കിട്ട് മുഴുവൻ കുത്തുക, എല്ലാവരും തട്ടിപ്പാന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ചെറുതെ സംസാരിച്ച് നമ്മുടെ ഭാവി കളയാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ പ്രോഗ്രാമിന് മാക്സിമം ആൾക്കാരായിട്ട് എത്തുക. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ലളിതമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഇന്ദിരകുമാർ സാറിന് താങ്ക് യു പറഞ്ഞ് സെഷൻ അവസാനിപ്പിക്കാം. നമ്മൾ കാരണം അറിവിന് വില കൊടുക്കുന്ന ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളും അറിവുണ്ടാക്കണം. ആ അറിവ് ഇപ്പം ഇതുപോലത്തെ മീറ്റിംഗ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലെവലിൽ നമ്മൾ നടത്തണം സ്വന്തമായിട്ട്. അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഞങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ആരും ഇല്ലാതെ 5-6 പേരെ വെച്ച് തുടങ്ങിയ മീറ്റിംഗ് ആണ് 50 പേരും 100 പേരൊക്കെ വെച്ച് നടത്തുന്നത്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലെവലിൽ ഇന്നിപ്പോൾ ഒരു ട്രാക്കായി. ഞങ്ങൾ ട്രാക്ക് ഇല്ലാത്തടത്തൊന്നും ട്രാക്ക് വെട്ടി വന്നതാണ്, റോഡ് വെട്ടി വന്നതാണ്. അന്ന് നമ്മൾ ചുമ്മാ പാറയുടെ മുകളിൽ കൂടെ ഓടിച്ചിട്ട് ഇപ്പോൾ റോഡ് വെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ സിസ്റ്റം ആയി കഴിഞ്ഞു. നിങ്ങൾ ഇനി ആ സിസ്റ്റം നേരെ അതേപടി മറ്റുള്ള പ്രാദേശികമായിട്ട് ഓരോ ഏരിയയിലേക്ക് വ്യാപിപ്പിച്ചാൽ മാത്രം മതി. അത് നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പഠിക്കുക. ഇതിനകത്തൊക്കെ വന്നിട്ട് പഠിച്ച് നമ്മൾ അടുത്തൊരു മീറ്റിങ്ങിൽ ഒരാളെ കൊണ്ട് ഇരുത്തുന്നതിനേക്കാൾ കൂടുതൽ ഇത് ഞാൻ സ്വന്തമായിട്ട് നാളെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം വേണേലും ബിസിനസ് അവസരം ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്തുമാത്രം നമ്മൾ ചെയ്താൽ തീരെയല്ല. ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ബിസിനസ് നമ്മൾ ആലോചിച്ച് നോക്കുക. ഏത് ബിസിനസ്സിനാണ് കോമ്പറ്റീഷൻ ഇല്ലാത്തത്? ഇവിടെ എവിടെയാണ് കോമ്പറ്റീഷൻ? നമ്മളോട് മാത്രം കോമ്പറ്റ് ചെയ്താൽ മതി. അതാണ് ഇതിനകത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക. ലോകം മുഴുവനാണ് മാർക്കറ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ലോകത്തിന്റെ ഏത് മൂലയിലുണ്ടെങ്കിലും അവരെ കണക്ട് ചെയ്യാം. ബിസിനസിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് പറഞ്ഞ പോലെ ഈ സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഇന്ദിരകുമാർ സാറിന് താങ്ക് യു പറഞ്ഞ് സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, Ganesh, sir. Thank you. Thank you, sir. Have a great day. Thank you, sir. Thank you so much. Thank you, sir. Thank you, sir.